2025 ഏറ്റവും നല്ല ട്രെയിലർ, അതും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രം പറയുന്നൊരു സിനിമ. വാരണാസി രാജമൗലിയുടെ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ലടാ. ഓസം എന്ന് പറഞ്ഞാൽ ഓസം. ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജയപ്രിൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു AI ഫിലിം മേക്കറാണ്, അല്ലെങ്കിൽ AI റീൽ മേക്കറാണ്. അൺബിലീവബിൾ ഗായ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ഗായാണ്. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു എഫക്റ്റിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു VFXലോ എന്താണ് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്താക്കണ ഒരു ഇൻ്റലിജൻസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്നു 2025 ഇറങ്ങിയ ഏറ്റവും നല്ല ട്രെയിലറിലൊന്നായിട്ട് മാറണം. ഒന്നും പറയാനില്ല. വാരണാസി വാട്ട് എ വണ്ടർഫുൾ ട്രെയിലർ. ഒന്നും പറയാനില്ല. രാജമൗലിയുടെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എവർ. മഹേഷ് ബാബു. ഈവൻ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം, നമ്മളുടെ രാജുവേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ആള് ഏത് രീതിക്കാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വില്ലനായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. കാരണം ആ ഒരു ട്രെയിലറിലും കാര്യങ്ങളിലൊക്കെ ഒന്നും അത് എടുത്ത് കാണിക്കണോ ഒന്നുമില്ല. പക്ഷേ ഒന്നും പറയാനില്ല. കരിയർ ബെസ്റ്റ്. അത് കഴിഞ്ഞ ദിവസത്തെ കുറേ എന്തോ അവരുടെ ഫങ്ഷനും കാര്യങ്ങളിലൊക്കെ നടന്നോടത്തൊക്കെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രീമാണ് ഈ മൂവി എന്നൊക്കെ പുള്ളി അവിടെ അനൗൺസ് ചെയ്തായിരുന്നു. അതിൽ രാജുവേട്ടന് അഭിനയിക്കാൻ പറ്റിയത് നമ്മൾ മലയാളീസിന് നല്ല രീതിക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണ്. എനിക്ക് ഉറപ്പാണ് മൂവി വിൽ ദ ബെസ്റ്റ് ഓൺ ബെസ്റ്റ്. കാണാത്തവർ എന്തായാലും കാണണ്ട. വാരണാസി ട്രെയിലർ എന്തായാലും കാണുക. അത് നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. T-Series ആണ് അത് യൂട്യൂബിൽ ഇട്ടേക്കണത്. കണ്ടിട്ടും മതിയാവില്ല. ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് വീഡിയോസൊക്കെ കണ്ടിട്ടിരുന്നിട്ട് എനിക്ക് പറ്റണില്ല. ഞാൻ എന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇരുന്ന് എന്താ പറയുക, ലാപ്പിലിരുന്ന് കണ്ട് കുളിരില്ലേ, മനുഷ്യനൊരു കുളിര് വരും ചില സാധനങ്ങൾ കാണുമ്പോൾ. അത് വാരണാസി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി രീതിയിൽ എൻജോയ് ചെയ്യണവർക്ക് അത് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരിക്കും. ചിലപ്പോൾ എന്നാണ് ഇറങ്ങണതെന്ന് എനിക്കറിയില്ല. 2026 തോന്നുന്നത്. പക്ഷേ 2025 ഈ കൊല്ലം അത് അവർ ഇറക്കിയത് ഒന്നും പറയാനില്ല കേട്ടോ. കണ്ട അന്റാർട്ടിക്കയുടെയൊക്കെ ഒരു ഇത് AI അത്രയും പീക്കിലോട്ട് അത് ചെയ്തെന്നാണ്. അത്രയും എഫക്റ്റും അത്രയും വർക്കൗട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക എല്ലാനും ഓൾമോസ്റ്റ്. ഇതിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ ഇതിൽ സൗണ്ടിൽ ആഡ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. കാരണം ഭൂമി എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, ലോകം എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ. ശരിക്കും ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സംതൃപ്തിയായിരിക്കും. കാരണം കുറേ ദുരൂഹതകൾ, കുറേ എനിക്കത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. സോ എക്സൈറ്റഡ്. കാരണം BC 7000 BC ഈ ഏതൊക്കെ സമയമൊക്കെയാണ് കാണിക്കണതെന്നാവോ. ഹനുമാൻ്റെ പല എന്താ പറയുക, നമ്മൾ ഈ ഒരു കൊല്ലത്തെ അവസാനം ഈ ഭൂമി എത്രത്തോളം സ്പിരിച്വാലിറ്റിയിലോട്ട് കടന്നു അതിനുള്ളൊരു മെയിൻ ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. കാരണം ശ്രീരാമൻ, ഹനുമാൻ, ശിവൻ, വാരണാസി ഓൾസോ നിങ്ങൾക്കറിയാലോ. അത്
നിങ്ങൾ കാണണം, എന്തായാലും കാണാത്തൊരു മസ്റ്റ് വാച്ചാണ് ട്രെയിലർ. വേഗം പോയി കാണുക. ജെ പ്രിൻറ്റ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യണം. ഹീസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് AI ക്രിയേറ്റർ, റീൽ ക്രിയേറ്റർ. ചില സമയത്ത് കുളിര് വന്നി ആ സൗണ്ടും കൂടി കേൾക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ 3-4 പ്രാവശ്യം കണ്ട്, അതിന് ശേഷമാണ് ഞാൻ വീഡിയോ നിങ്ങളിലോട്ട് ഈ ചെയ്യണത്. മഹേഷ് ബാബുക ഒന്നും പറയാനില്ല കേട്ടോ. പുള്ളിയുടെയൊക്കെ ഉള്ളിൽ പുള്ളിക്കൊക്കെ ഭയങ്കര ഒരു കണക്ഷൻ കിട്ടിയാക്കണോണ്ട് തന്നെയാണ് പുള്ളിയൊക്കെ ഈ ഒരു മൂവി ഇറക്കാനും അല്ലെങ്കിൽ പുള്ളിയുടെയൊക്കെ ഒരു ഡ്രീമാണെന്ന് ഞാൻ പറയും. കാരണം എനിക്കൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഡ്രീം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിലീപേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു 3 കൊല്ലം എടുത്ത് എഴുതിയിട്ടുള്ളൊരു സിനിമയുണ്ട്. അത് ഞാൻ പുറത്തിറക്കും. അത് ഓരോരുത്തരുടെ ഡ്രീമാണെന്ന്. പുള്ളിയുടെ ഡ്രീം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ പുള്ളി സിനിമയിൽ വന്ന സമയത്ത് തന്നെ പുള്ളിക്കുള്ള ഡ്രീമായിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിപ്പോൾ ഈ 2025 അത് പുള്ളി നടപ്പിലാക്കി. അതായത് പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ പറയും വാരണാസി. കണ്ടിട്ട് എനിക്ക് അങ്ങനെയുണ്ട് തോന്നണം. കാരണം എല്ലാം ഉണ്ട് ഇതിൽ, എല്ലാം ഉണ്ട്. കാണാത്തവർ കാണുക കേട്ടോ. ഓസം പൊളി സാധനം, ഒന്നും പറയാനില്ല. വെയിറ്റിംഗ് ഫോർ ദ മൂവി. ഐമാക്സിൽ പോയി കാണണമെന്ന് പറഞ്ഞാൽ ഐമാക്സിൽ പോയി തന്നെ കാണണം. ഞാൻ ഐമാക്സിൽ പോയി കാണണം കേട്ടോ. എന്നിറങ്ങണം അന്ന് ഞാൻ ബുക്ക് ചെയ്യും.